وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിലെ ബാബു ഫദ്ലി സലാത്തിൽ ജമാഅ വ വുജൂബിഹ, ജമാഅത്ത് നിസ്കാരം അതിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസുകളും അത് ബാങ്ക് കേൾക്കുന്ന പുരുഷന്മാർക്ക് മസ്ജിദിൽ തന്നെ വന്ന് നിർവഹിക്കൽ, ജമാഅത്തായി നിർവഹിക്കൽ നിർബന്ധമാണ് എന്നറിയിക്കുന്നതുമായ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസുകളിലായി ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് നിർബന്ധമാണ് എന്നറിയിക്കുന്ന ഹദീസുകളാണ് മനസ്സിലാക്കിയത്. ഇനി ഇതേ അധ്യായത്തിലാണ് ഷെയ്ഖ് സുന്നത്ത് നിസ്കാരത്തിന്റെ റവാത്തിബ് സുന്നത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം എന്തുകൊണ്ട് അത് കൊടുത്തു എന്നുള്ള വിഷയം അത് അത്ര വ്യക്തമല്ല. അതിനൊന്ന് രണ്ട് കാരണങ്ങൾ പണ്ഡിതന്മാർ അദ്ദേഹം കൊടുത്തതിന്റെ ഉദ്ദേശമായി പറഞ്ഞത് കാണാം. എന്നാലും അതത്ര വ്യക്തമല്ല. അദ്ദേഹം കൊടുത്തിട്ടുള്ളത് സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചില പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദീകരണം എഴുതുന്ന സമയത്ത് അതിന് സുന്നത്ത് നിസ്കാരം എന്നുമായി ബന്ധപ്പെട്ടൊരു ഹെഡിങ്, അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിരുന്നാൽ നന്നായിരുന്നു എന്നൊക്കെ പരാമർശിച്ചത് കാണാൻ സാധിക്കും. ശരി, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിക്കാം. عن عبد الله بن عمر رضي الله عنهما قال صليت مع رسول الله صلى الله عليه وسلم ركعتين قبل الظهر وركعتين بعد الظهر وركعتين بعد الجمعة وركعتين بعد المغرب وركعتين بعد العشاء. وفي لفظ فأما المغرب والعشاء والجمعة فصليت مع النبي صلى الله عليه وسلم في بيته. وفي لفظ أن ابن عمر رضي الله عنهما قال حدثتني حفصة أن النبي صلى الله عليه وسلم كان يصلي سجدتين خفيفتين بعدما يطلع الفجر وكانت ساعة لا أدخل على النبي صلى الله عليه وسلم فيها. ഇതാണ് സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഹദീസ്. അത് വ്യത്യസ്ത ലഫ്ലുകളിൽ വന്നതെല്ലാം അദ്ദേഹം അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നിസ്കരിച്ചു. റക്അതൈനി ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 2 റക്അത്ത്, വറക്അതൈനി ബഅദ ളുഹർ, ളുഹറിന് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ ജുമുഅ, ജുമുഅക്ക് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, വറക്അതൈനി ബഅദൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത്. വേറൊരു ലഫ്ദിൽ അഥവാ അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് വേറൊരു റിവായത്തിൽ വന്നു, ഫഅമ്മൽ മഗ്രിബ് വൽ ഇശാഉ വൽ ജുമുഅ, മഗ്രിബ് ഇശാ ജുമുഅ ഫസല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വീട്ടിലാണ് നിസ്കരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത പറഞ്ഞ ലഫ്ദിൽ കാണുന്നത് അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഹദ്ദസത്നി ഹഫ്സ, അഥവാ അദ്ദേഹത്തിന്റെ ആരാണ് ഹഫ്സ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി സജ്ദതൈനി ഖഫീഫതൈനി ബഅദമാ യത്ലുൽ ഫജ്ർ, ഫജർ പുലരുന്ന സമയത്ത് അഥവാ ഫജറിന്റെ സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചുരുക്കിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. വകാനത് സഅ ലാ അദ്ഖുലു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹ, ആ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കാറില്ലായിരുന്നു എന്നവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പൊ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിന് എന്തുകൊണ്ടാണ് ഈ ഷെയ്ഖ് അബ്ദുൽ ഗനി അൽ ബഖ്ദിസി റഹിമഹുല്ലാഹ് ബാബു സലാത്തുൽ ജമാഅയിലേക്ക് ഇത് കൊണ്ടുവന്നത് എന്നതിനൊരു തെളിവായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ഈ ഹദീസിൽ സല്ലൈതു മഅ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു, അപ്പോൾ ഒരു പക്ഷേ അത് ജമാഅത്തായി നിസ്കരിച്ചു എന്നതിന് ഒരു സൂചനയുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം സുന്നത്ത് നിസ്കാരം അത് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് തരക്കേടില്ല. അതുമായി വിശദീകരണം ഇൻഷാ അല്ലാഹ് പറയും. അതുകൊണ്ടായിരിക്കാം ജമാഅത്ത് നിസ്കാരത്തിന്റെ അധ്യായത്തിൽ തന്നെ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹദീസ് കൊടുത്തത് എന്ന്
ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ സല്ലൈതു മഅ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ കൂടെ എന്നുള്ളത് ഐ അന്നഹു സല്ലാഹ ജമാഅത്തൻ, ജമാഅത്തായി നിസ്കരിച്ചു എന്നൊരു പക്ഷേ വേണമെങ്കിൽ പറയാം. ഇനി അതല്ല, രണ്ടാമതൊരു കാരണമായിട്ട് ഈ അധ്യായത്തിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നതിന് രണ്ടാമതൊരു കാരണമായി ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത്, കാരണം ജമാഅത്തായി മസ്ജിദിൽ നിസ്കരിക്കുക എന്നുള്ളത് വാജിബായ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ വാജിബായ കാര്യങ്ങൾക്കും അതിൽ കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പരിഹാരം എന്നോണം, ആ വീഴ്ചകൾക്ക് പരിഹാരം എന്നോണം അതിന് തുടർന്നുകൊണ്ട് നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അതേ അധ്യായത്തിൽ തന്നെ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തത്. അപ്പോൾ വാജിബ് പാലിക്കുന്ന ആളുകൾ ഈ സുന്നത്തുകൾ ഉപേക്ഷിക്കരുത്. ആ ഗൗരവത്തിൽ തന്നെ ആ സുന്നത്തും നിങ്ങൾ നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ വാജിബുകളിൽ ഒരുപാട് വീഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സുന്നത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅാക്കി നൽകിയതിന്റെ ഉദ്ദേശത്തിൽ ഒരു കാരണമായി പറയുന്നത് നമ്മുടെ വാജിബിൽ വന്ന പോരായ്മകൾ നികത്താനാണ്. ഇത് വെറുതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, മറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി അടിമയോട് ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അങ്ങനെ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവന്റെ നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ട് എന്ന് പറയപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി മലക്കുകളോട് ചോദിക്കുന്നത് എന്റെ അടിമക്ക് എന്തെങ്കിലുമൊക്കെ സുന്നത്തുണ്ടോ, സുന്നത്തായ നിസ്കാരങ്ങളുണ്ടോ എന്നാണ്. അപ്പൊ സുന്നത്തായ നിസ്കാരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ആ വാജിബായ, അള്ളാഹുവിന് നിർബന്ധമായി കൊടുക്കേണ്ട ആ വാജിബായ നിസ്കാരം, ഫർള് നിസ്കാരം, അതിലുള്ള വീഴ്ചകൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നത്. അപ്പൊ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യം അല്ല എന്ന് മനസ്സിലാക്കണം. സുന്നത്ത് നിസ്കാരം നമ്മുടെ വാജിബായ കാര്യങ്ങളിൽ വന്ന വീഴ്ചകൾക്ക് ഉള്ള ഒരു പരിഹാരം കൂടിയാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം ഈ അധ്യായത്തിൽ തന്നെ, മറ്റൊരു ഉപ അധ്യായം കൊടുക്കാതെ ഈ അധ്യായത്തിൽ തന്നെ അദ്ദേഹം ഇത് കൊടുക്കാനുള്ള കാരണമായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ സല്ലൈതു മഅ റസൂലില്ലാഹ് എന്ന് പറയുമ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചു എന്നതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പൊ ശരിയാണ്, ജമാഅത്തായി നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ അത് പതിവാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഒരാൾ എപ്പോഴും ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് പതിവായി ജമാഅത്ത് നിസ്കരിക്കാൻ തുടങ്ങിയാൽ അത് ബിദ്അത്താകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, ഒരാൾ എപ്പോഴെങ്കിലും ഒരു ഇശാക്ക് ശേഷമുള്ള 2 റക്അത്തോ അല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്തോ 2 ആൾ കൂടി അല്ലെങ്കിൽ 3 ആൾ കൂടി ഇതൊരു ജമാഅത്തായി നിസ്കരിച്ചാൽ അത് തെറ്റല്ല, അത് അനുവദിക്കപ്പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. പക്ഷെ അത് പതിവാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. കാരണം സുന്നത്ത് നിസ്കാരം അത് ഖിയാമുൽ ലൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ജമാഅത്തായി നിസ്കരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത് തറാവീഹ് അല്ല. തറാവീഹ് ആണെങ്കിൽ അത് നിരുപാധികം അത് സുന്നത്തായി നിസ്കരിക്കലാണ് അതിന്റെ ഏറ്റവും അഫ്ളലായ രൂപം, ഇശാക്ക് ശേഷം സുന്നത്തായി നിസ്കരിക്കുക എന്നുള്ളത്. എന്നാൽ ഖിയാമുൽ ലൈൽ അങ്ങനെയല്ല. ഖിയാമുൽ ലൈൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുക എന്നുള്ളതാണ് അഫ്ളൽ. പക്ഷെ ഒരാൾ രാത്രി എഴുന്നേറ്റ് 2 ആൾ കൂടി ഒരുമിച്ച് നിസ്കരിക്കുകയാണ് എങ്കിൽ അത് അനുവദിക്കപ്പെടും. എന്നാൽ അത് പതിവാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണെങ്കിൽ തന്നെ അത് പതിവാക്കിയിട്ടില്ല. വല്ലപ്പോഴും വന്ന 1-2 റിവായത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങളും പതിവാക്കാത്ത നിലയിൽ ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അത് തെറ്റല്ല, പക്ഷെ പതിവാക്കിയാൽ അത് തെറ്റാണ് എന്നാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നതിലാണ് ഹദ്ദസത്നി ഉഖ്തി ഹഫ്സ എന്ന് അദ്ദേഹം എന്റെ സഹോദരിയായ ഹഫ്സ എന്ന് തന്നെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യമാണ്, കാന യുസല്ലി സജ്ദതൈനി ഖഫീഫതൈനി ബഅദമാ യത്ലുഉൽ ഫജ്ർ. ഫജ്ർ പുലരുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന് ഈ 2 റക്അത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 10 റക്അത്തുകളാണ്. അദ്ദേഹം പറഞ്ഞത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഈ റിവായത്തിൽ പറഞ്ഞു, ളുഹറിന് മുമ്പ് ശേഷവും ഈ 2 റക്അത്ത് പറഞ്ഞു, അങ്ങനെ 6 ആയി. മഗ്രിബിനും ഇശാക്കും ശേഷം ഈ 2 റക്അത്തുകൾ പറഞ്ഞു, അങ്ങനെ 10 റക്അത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ റിവായത്തുകളിൽ വന്നത്. അദ്ദേഹം ജുമുഅക്ക് ശേഷവും അതുപോലെ പറഞ്ഞത് 2 റക്അത്ത് എന്നുള്ള കാര്യമാണ്. എന്നാൽ അതല്ലാത്ത മറ്റു റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മു ഹബീബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സല്ല ഫീ യൗമിൻ 12 റക്അ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചാൽ, അതോ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല അവനു വേണ്ടി സ്വർഗ്ഗത്തിൽ
ഒരു വീട് പണിയുന്നതായിരിക്കും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിന് ചില്ലറ കാര്യമല്ല, വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. 12 റക്അത്തുകൾ നമുക്കറിയാം വളരെ നിസ്സാരമായ സമയമാണ് വേണ്ടത്. ധാരാളം ഓതാനൊന്നും ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ അങ്ങനെ വന്നിട്ടില്ല. വളരെ ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന 12 റക്അത്തുകളാണിത്. അങ്ങനെ 12 റക്അത്തുകൾ നിസ്കരിച്ചാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം അവൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിൽ 12 റക്അത്തുകളെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ളുഹറിന് മുമ്പുള്ള 4 റക്അത്തുകളാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. എന്നാൽ ഒരാൾ 10 റക്അത്ത് നിസ്കരിച്ചാൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും അഫ്ളൽ ളുഹറിന് മുമ്പ് ഈ 2 റക്അത്തായി 2 സലാമോടുകൂടി ഈ 2 റക്അത്തായി 4 റക്അത്ത് നിസ്കരിച്ചാൽ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഈ ഹദീസിന്റെ താഴെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന വാഗ്ദാനം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ 12 റക്അത്ത് വേണം. അതുപോലെ തന്നെ ഈ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ അതും നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ലാ യദഉ അർബഅൻ ഖബ്ല ളുഹ്രി വറകഅതൈൻ ഖബ്ല അൽഗദാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പുള്ള 4ഉം ഫജ്റിന് മുമ്പുള്ള 2ഉം ഇതൊരിക്കലും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 12 റക്അത്തുകളാണ് റവാത്തിബ് സുന്നത്തുകളായിട്ട് ഉള്ളത് എന്ന് കാണാം. അതിൽ കൂടുതലായി വന്നത് കാണാൻ സാധിക്കുകയില്ല. അതിൽ കൂടുതലായി സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഇപ്പൊ ളുഹറിന് ശേഷവും 4 റക്അത്ത് നിസ്കാരമുണ്ട്. അതിൽ 2 റവാത്തിബാണ്, 2 അതല്ലാത്തതാണ്. അതിനും അതിന്റേതായ ഫضലുണ്ട്. അതുപോലെ അസറിന് മുമ്പ് 4 റക്അത്ത് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അതിന്റെ ഹദീസിൽ ദുർബലത പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരുപാട് പണ്ഡിതന്മാർ അത് സഹീഹാണെന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അത് റവാത്തിബിൽ പക്ഷെ വരുന്നില്ല. അതുപോലെ തന്നെ ഓരോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കാം, ഇശാ ബാങ്ക് കൊടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കാം. പക്ഷെ ഇത് റവാത്തിബ് സുന്നത്തുകളല്ല. മറിച്ച് റവാത്തിബ് സുന്നത്തുകൾ ഈ പറയുന്ന 12ആണ്. എന്താണ് റവാത്തിബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റവാത്തിബ് എന്ന് പറഞ്ഞാൽ സവാബിത്ത് അഥവാ പതിവായി ചെയ്യുന്നത് എന്നാണ് അർത്ഥം. അത് ഉപേക്ഷിക്കുമായിരുന്നില്ല. അത് സുന്നത്താണ്. അത് ഉപേക്ഷിച്ചാൽ യാതൊരു കുറ്റവും ഒരാൾക്കില്ല. പക്ഷെ അത് പതിവായി ചെയ്യുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള ഈ ഒരു കൂലിയെല്ലാം ലഭിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റവാത്തിബ് നിസ്കാരങ്ങൾ ഖളാ വീട്ടുമായിരുന്നു എന്നാണ്. സാധാരണ നിർബന്ധ നിസ്കാരങ്ങളാണ് ഖളാ വീട്ടുന്നത്. പക്ഷേ ഈ റവാത്തിബ് നിസ്കാരങ്ങൾ അത് അവിടുന്ന് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ അത് ഒഴിവാക്കേണ്ടി വന്നാൽ അത് അവിടുന്ന് ഖളാ വീട്ടുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞത് നമുക്ക് വായിക്കാം. അതിൽപ്പെട്ടതാണ് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് ശേഷം ജുമഅക്ക് ശേഷം 2 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചില റിവായത്തിൽ വന്നതായി കാണാൻ സാധിക്കും, ഇദാ സല്ല അഹദുകുമുൽ ജുമുഅ ഫല്യുസല്ലി ബഅദഹ 4. നിങ്ങളിൽ ഒരാൾ ജുമഅ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അവൻ 4 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 4 റക്അത്താണ്. എന്നാൽ അവിടുത്തോടൊപ്പം ഞാൻ നിസ്കരിച്ചു എന്ന് അഥവാ അവിടുത്തെ പ്രവൃത്തിയായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് 2 റക്അത്താണ് എന്നാണ്. അപ്പൊ ഈ ഹദീസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ആ 2 ഹദീസുകൾ കൊണ്ടും അമൽ ചെയ്യാം. അഥവാ ഇടക്ക് 2 റക്അത്ത് ജുമുഅക്ക് ശേഷം നിസ്കരിക്കാം, ഇടക്ക് 4 റക്അത്ത് നിസ്കരിക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം ഈ 2 ഹദീസുകൾ യോജിപ്പിച്ച് പറഞ്ഞത്, ഒന്നാമത്തെ നമ്മൾ വായിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഫീ ബൈതിഹി എന്നാണുള്ളത്. വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത് എന്നാണ്. മഗ്രിബ്, ഇശാ, ജുമുഅ ഇതെല്ലാം ഇതിനു ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത് എന്നാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഒരാൾ വീട്ടിൽ വെച്ചിട്ടാണ് ജുമയുടെ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ അത് 2 റക്അത്ത് മതിയാകുന്നതാണ്. ഇനി അതല്ല ഒരാൾ മസ്ജിദിൽ വെച്ചിട്ടാണ് ജുമഅക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നത് എങ്കിൽ അത് 4 ആക്കിക്കൊള്ളട്ടെ എന്നാണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഇത് 2 ആയാലും കുഴപ്പമില്ല, വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും 4 നിസ്കരിക്കാം, അതേപോലെ മസ്ജിദിൽ വെച്ചിട്ടാണെങ്കിലും 2 നിസ്കരിക്കാം, ഇത് 2 മാറി മാറി നിസ്കരിച്ചാൽ അത് മതിയാകുന്നതായിരിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തീരെ ഉപേക്ഷിക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് യാത്രയിൽ ഉപേക്ഷിച്ചതായി കാണാൻ സാധിക്കും. യാത്രയിൽ സുബഹിന്റേതല്ലാത്ത മറ്റ് റവാത്തിബ് സുന്നത്തുകൾ അവിടുന്ന് നിസ്കരിക്കുമായിരുന്നില്ല. അഥവാ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് അത് യാത്രയിൽ നിസ്കരിക്കും, അത് യാത്രയിലും ഒഴിവാക്കുമായിരുന്നില്ല. എന്നാൽ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ശേഷമുള്ള 2, മഗ്രിബിനും ഇശായിനും ശേഷമുള്ള ഈ 2 റക്അത്തുകൾ ഇത്
യാത്രയിൽ ഒരാൾ നിസ്കരിക്കണമെന്നില്ല, മറിച്ച് യാത്രയിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നല്ലതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. ഇനി വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഇടക്ക് നിസ്കരിക്കുകയും ചെയ്താൽ അത് തെറ്റില്ല, രണ്ടും അനുവദനീയമാണെന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. പക്ഷെ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് യാത്രയിലാകട്ടെ അതല്ല നാട്ടിലാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിസ്കരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ ഫജറിന്റെ മുമ്പുള്ള 2 റക്അത്ത് അതിന് മറ്റ് നിസ്കാരങ്ങൾക്കില്ലാത്ത ചില ഫായിദകൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ അത് വരുന്നുണ്ട്. ഇനി അടുത്ത ഫായിദയായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നവാഫിലുകൾ ശറഅാക്കാനുള്ള കാര്യം അതൊന്ന് ഫറായിദുകൾ പൂർത്തിയാക്കാനാണ്. രണ്ടാമതായിട്ടുള്ളത് അത് നമുക്ക് വന്നിട്ടുള്ള ഫറായിദുകളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ അത് പരിഹരിക്കപ്പെടാനാണ്. അതുപോലെ തന്നെ നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അത് നമുക്ക് ജമാഅത്ത് നിസ്കാരങ്ങളിൽ കൂടുതൽ ഖുശൂ ലഭിക്കാനുള്ള കാരണമാകും. അത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നിസ്കാരത്തിൽ ഇമാം കൈകെട്ടിയതിന് ശേഷം വന്ന് നിസ്കരിക്കുമ്പോഴും അതിനു മുമ്പ് തന്നെ നമ്മൾ വന്ന് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് നമ്മൾ ആ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോഴും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഖുശൂ കൂടുതൽ ലഭിക്കും, കൂടുതൽ ശ്രദ്ധയൊക്കെ ലഭിക്കാനുള്ള കാര്യം അതിനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ധാരാളം ഫായിദകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന്റെ പ്രത്യേകമായി പറയുന്നത് അത് തഖ്ഫീഫാണ് അതിൽ സുന്നത്തായിട്ടുള്ളത്, കുറക്കുക എന്നുള്ളതാണ്. ഒരാൾ കരുതുകയാണ് ഞാൻ ഫജറിന് മുമ്പ് ഏതായാലും നേരത്തെ എഴുന്നേറ്റതല്ല, ഫജറിന് മുമ്പ് കുറച്ച് വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാം എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് സുന്നത്തിനെതിരാണ്. അയാൾ നിസ്കാരം സഹിഹാകും, പക്ഷെ അത് സുന്നത്തിനെതിരാണ്. മറിച്ച് അവിടെ സുന്നത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അവിടുന്ന് ഫാത്തിഹ തന്നെ ഓതിയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഫാത്തിഹ ഓതിയിട്ടില്ല എന്നല്ല, മറിച്ച് അവർ അറിയിക്കുകയാണ് സാധാരണ അവിടുന്ന് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാളും വളരെയധികം ലഘുവാക്കിയിട്ടാണ് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏതാണ് സൂറത്ത് ഓതേണ്ടത് എന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഖുല്യായുൽ കാഫിറൂനാണ് 1ാമത്തെ റക്അത്തിൽ, അതുപോലെ 2ാമത്തെ റക്അത്തിൽ അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതേണ്ടത്. അല്ലെങ്കിൽ 1ാമത്തെ റക്അത്തിൽ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീം എന്ന് തുടങ്ങുന്ന ബഖറയിലെ ആയത്ത്, അതുപോലെ തന്നെ ഖുല്യാ അയ്യുഹല്ലദീന നസാറാക്കളെ വിളിച്ചുകൊണ്ടുള്ള ഖുല്യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് ഇതിനു മുമ്പുള്ള സുബൂഹിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ സുന്നത്തായിട്ടുള്ളത്. ഇനി അതല്ലാതെ ധാരാളം നേരം സുജൂദിൽ ദുആ ചെയ്യുക, അങ്ങനെ ദീർഘമായി സുബൂഹിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് സുന്നത്തിനെതിരാണ്. ബിദ്അത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല, മറിച്ച് സുന്നത്തിനെതിരാണ്. മറിച്ച് സുന്നത്തിന് യോജിക്കുന്ന കാര്യം ഈ സമയത്ത് അതുപോലെ ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ അർത്ഥം തുമഅനീനത്തില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതല്ല. 1 മിനിറ്റ് പോലും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സുബഹിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് സാധാരണ അടക്കവും ഒതുക്കവും ഒക്കെ അതിൽ വേണം. അഥവാ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം ഒരാൾ 3 തവണ പറയുകയാണെങ്കിൽ അത് അതിനെതിരല്ല, സുന്നത്തിനെതിരല്ല. കാരണം 3 തവണ ചുരുങ്ങിയത് പറയുക എന്നുള്ളത് ഒരു സുന്നത്താണ്, അതിനൽ കമാലാണ്. പക്ഷെ അവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റ് നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് 3 5 7 11 നമുക്ക് ഇഷ്ടമുള്ള അത്രയും വർദ്ധിപ്പിക്കാം. പക്ഷെ സുബഹിന് മുമ്പുള്ള 2 റക്അത്തിൽ അങ്ങനെ വർദ്ധിപ്പിക്കേണ്ടതില്ല. അതുപോലെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത് 1 തവണ വാജിബാണ്. 3 തവണ എന്നുള്ളത് സുന്നത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു പൂർത്തീകരണമാണ് 3 തവണ എന്നുള്ളത്. അത് മറ്റു നിസ്കാരത്തിൽ നമുക്ക് 5ഉം 7ഉം ഒക്കെ വർദ്ധിപ്പിച്ച് ധാരാളം നേരം നിൽക്കാം. പക്ഷെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിൽ അത് 3 തന്നെ മതി. അതുപോലെ സുജൂദിലും ഇടയിലിരുത്തത്തിലും ഒക്കെ ആ പറഞ്ഞതിൽ മാത്രം ഒതുങ്ങുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ചുരുക്കി തീരെ ഓതാത്ത അവസ്ഥ ആക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ ഫജറിന്റെ സുന്നത്ത് നിസ്കാരം അത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഉപേക്ഷിക്കാതിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഥവാ വലൗ സഅല സാഇൽ ഹാദിഹി നവാഫിൽ ലൗ ഫാതത് ഹൽ തുഖ്ളാ, ഈ നവാഫിൽ നിസ്കാരങ്ങൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് ഖളാ വീട്ടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞു അത് ഖളാ വീട്ടേണ്ടതുണ്ട്. അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് കുറച്ചു ആളുകൾ കാണാൻ വരികയുണ്ടായി, ചില മസ്അലകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ അവരുമായി ഒരുപാട് നേരം ചർച്ച ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അസറിന്റെ സമയമാവുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് അസർ ജമാഅത്തായി നിസ്കരിച്ചു. ശേഷം അസർ നിസ്കരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിച്ചത്. ഇപ്പോൾ അസറിനും ശേഷം 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ
സ്വഹാബികൾക്കൊക്കെ ഒരു ചെറിയ സംശയമുണ്ടായി. കാരണം അസറിന് ശേഷം നിസ്കരിക്കാൻ പാടില്ല എന്നാണ് അവിടുന്ന് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർ വന്ന് ചോദിക്കുകയുണ്ടായി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ് സമിഅ്തുക തൻഹ അൻ ഹാതൈൻ വഅറാക തുസല്ലിഹിമ. ഇതുവാ ഈ സമയത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നത് അവിടുന്ന് വിരോധിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ താങ്കൾ ഇതാ ഇപ്പോൾ അത് നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിൻത അബി ഉമയ്യ, അബു ഉമയ്യയുടെ മകളെ, സഅൽതി അൻ റകഅതൈനി ബഅദൽ അസ്ർ, അസ്റിന് ശേഷമുള്ള 2 റക്അത്തിനെ കുറിച്ചിട്ടാണല്ലോ നീ ചോദിച്ചത്. വ ഇന്നഹു അതാനി നാസു മിൻ അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ ചില ആളുകൾ എന്റെ അടുക്കൽ വന്നു. ഫശഗലൂനി അൻ റകഅതൈനി അല്ലതൈനി ബഅദൽ ളുഹർ ഫഹുമാ ഹാതാൻ. അങ്ങനെ ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നതിൽ നിന്നും അവർ എന്നെ അഥവാ അവരുമായി ബന്ധപ്പെട്ട് ശുഗലിലായി, ഞാൻ തിരക്കിലാക്കി. അങ്ങനെ ഞാൻ ഈ 2 റക്അത്ത് നിസ്കരിച്ചതാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പതിവായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് റവാത്തിബാകട്ടെ, അത് ഫജ്റിന്റെ മാത്രമല്ല, അത് ഏത് റവാത്തിബാകട്ടെ, ഒരാൾ മഗ്രിബിന് ശേഷം നിസ്കരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ മഗ്രിബിന് ശേഷം ജമാഅത്ത് കഴിഞ്ഞു, മറ്റെന്തെങ്കിലുമൊക്കെ കാരണമായി ഇശാ ബാങ്ക് കൊടുത്താലും മഗ്രിബിന് ശേഷം അയാൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് അയാൾക്ക് നിസ്കരിക്കാം. ഇനി അതല്ല ഇശാ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് ഞാൻ മഗ്രിബിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ 2 റക്അത്ത് നിസ്കരിക്കാം. കാരണം എന്താണ്? ഈ 12 റക്അത്ത് പതിവായി നിസ്കരിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഏത് നിസ്കാരമാകട്ടെ, അത് ഫജ്റിന് മുമ്പുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഖളാ വീട്ടാം. അതുപോലെ വേറൊരു തെളിവും കാണാൻ സാധിക്കും. ഒരിക്കൽ നബിയും സഹാബത്തും സുബഹിന്റെ സമയത്ത് ഉറങ്ങിപ്പോയ ഒരു സംഭവമുണ്ട്. ഒരു വാദിയിലേക്ക് വരികയും അവിടെ കുറച്ച് വൈകിട്ടാണ്, യാത്രയിലാണുള്ളത്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും വിളിക്കണമെന്ന് ഏൽപ്പിക്കുകയും അങ്ങനെ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എല്ലാവരും ഉറങ്ങിപ്പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണർന്നില്ല. അങ്ങനെ അവിടെ എഴുന്നേറ്റതിന് ശേഷം ആ സ്ഥലത്ത് നിന്ന് പോകുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തുകൊണ്ട് ആദ്യം സുബഹിന്റെ 2 റക്അത്ത് നിസ്കരിക്കുകയും ശേഷം സുബഹി നിസ്കരിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഓർമ്മ വരുന്നത്, അത് ഖളാ വീട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഖളാ വീട്ടേണ്ടതെന്ന് ചോദിച്ചാൽ അതാണ്. എപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഉടൻ ഖളാ വീട്ടുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, പൊതുവായ ഹദീസ് അതാണ്, മൻ നാമ അൻ സലാത്തിൻ ഔ നസിയഹാ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹാ. ആരെങ്കിലും ഒരു നിസ്കാരം അതുമായി ബന്ധപ്പെട്ട് അവൻ ഉറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ മറന്നുപോകുകയോ ചെയ്താൽ അവൻ ഓർമ്മ വന്നാൽ ഉടൻ നിസ്കരിച്ചു കൊള്ളട്ടെ. അതിൽ ഫജ്റും അതിൽ ഫർളും സുന്നത്തൊക്കെ ഉൾപ്പെടും. അപ്പൊ ഒരാളൊരു സുന്നത്ത് നിസ്കാരം മറന്നുപോയി എന്ന് വിചാരിക്കുക, നിസ്കരിച്ചു എന്ന് വിചാരിച്ചിട്ടോ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ കാരണത്തോ അവസാനം ഓർമ്മ വരുമ്പോഴേക്കും അവിടെ ജമാഅത്ത് ആരംഭിച്ചാൽ ജമാഅത്തിന് ശേഷം അവൻ ഓർമ്മ വന്നിട്ടുണ്ട്, അപ്പോൾ അവനത് നിസ്കരിക്കാമെന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ അവിടെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരു നവാഫിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചു എന്ന് കരുതുക. ഇപ്പൊ സുബൈക്ക് മുമ്പ് 2 റക്അത്ത് മനഃപൂർവ്വം സമയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു, നിസ്കരിച്ചില്ല. അങ്ങനെ മനഃപൂർവ്വം ജമാഅത്ത് അങ്ങനെ അതിൽ കൂടി അങ്ങനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഖളാ വീട്ടാൻ പാടില്ല എന്നാണ്. കാരണം ഖളാ വീട്ടിയാൽ ശരിയാവുകയില്ല എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഒരു ഖായിദ പറയുന്നുണ്ട്, ഇന്ന കുല്ല ഇബാദത്തിൻ മുഅഖ്ഖത, അഥവാ സമയം നിർണയിക്കപ്പെട്ടതായ ഏതൊരു ഇബാദത്തും ഇദാ അഖറഹൽ ഇൻസാനു അൻ വഖ്തിഹാ ബിലാ ഉദ്രിൻ ഫഇന്നഹാ ലാ തസിഹു, ഒരു ഉദ്റുമില്ലാതെ ഒരു മനുഷ്യൻ അതിന്റെ സമയത്തിൽ നിന്നും പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ അത് സഹിഹാവുകയില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു പറഞ്ഞു നമുക്ക് സമയമുണ്ടായി, നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അതൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ എന്തെങ്കിലും ഒരു മസ്ലഹത്തിന് വന്നതോ അവരുമായി പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ വെറുതെ സംസാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലാതെ അങ്ങനെ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഇരുന്നാൽ ശേഷം നമ്മൾ ഖളാ വീട്ടാം എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഉദ്റുള്ള ആളുകൾക്കാണ് നിർണയിക്കപ്പെട്ട ഒരു വക്ത് നിർണയിക്കപ്പെട്ട കാര്യത്തിൽ അത് ഖളാ വീട്ടിയാൽ അത് സഹീഹാവുകയുള്ളൂ, അതല്ല എങ്കിൽ സഹീഹാവുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ചോദ്യമായി അദ്ദേഹം പറയുന്നു, ആരെങ്കിലും ഈ റവാത്തിബ് നിസ്കാരം അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാകുമോ? ഇല്ല, കുറ്റക്കാരനാവുകയില്ല. റവാത്തിബ് നിസ്കാരം നാം പറഞ്ഞതുപോലെ സുന്നത്തായ നിസ്കാരമാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാലും അയാൾ കുറ്റക്കാരനാവുകയില്ല. ഒരിക്കലും ഒരു അറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് പ്രയാസമാകുന്നു, അതുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിൽപ്പെട്ട 5 നേരത്തെ നിസ്കാരം പറഞ്ഞു, അതിൽ കൂടുതലല്ലാതെ പറഞ്ഞില്ല. ശേഷം പറഞ്ഞു, ഉദ്ദേശിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അയാൾ പിരിഞ്ഞു പോയപ്പോൾ ഇയാൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുന്നത്ത് നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് അയാൾ കുറ്റക്കാരനാവുകയില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കണം. നമ്മുടെ ഫർദുകളിൽ വന്ന വീഴ്ചകൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നിസ്കാരത്തിൽ എത്ര വീഴ്ചകൾ വരുന്നുണ്ടാകും എന്നുള്ളത്. അതെല്ലാം പരിഹരിക്കപ്പെടാൻ നമ്മുടെ സുന്നത്ത് കാരണമാകും എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
അടുത്തതായി അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ജമാഅത്തായി നിസ്കരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പതിവായി നിസ്കരിക്കുക എന്നുള്ളത് ബിദ്അത്താണ്, ജമാഅത്തായി സുന്നത്ത് നിസ്കാരം. ഇനി അതല്ല എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുകയാണ് എങ്കിൽ അത് തെറ്റില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ലാഹിറായ അദ്ദേഹം പറയുന്ന മഅ റസൂലില്ല എന്ന മഅയ്യത്ത് അത് ജമാഅത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി സുന്നത്ത് നിസ്കാരം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എവിടെയാണ്? സുന്നത്ത് നിസ്കാരം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് വീട്ടിൽ തന്നെയാണ്. അത് ഒരാൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഒരാൾ വീട്ടിൽ പോകുന്നില്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേറെ വഴിയില്ല. ഒരാൾ മസ്ജിദിൽ തന്നെ ഇരുന്ന് ഇശാ വരെ ഇരിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനു വേണ്ടി വീട്ടിൽ പോകേണ്ടതില്ല. മറിച്ച് ഒരാൾ വീട്ടിൽ പോകുകയാണ് എങ്കിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ. ഇനി അതല്ല, ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ ഒരാൾ വീട്ടിൽ പോയാൽ അയാൾ പാഴായി പോകും എന്നോ മറ്റോ തോന്നുകയാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? മസ്ജിദിൽ വെച്ച് തന്നെ നിസ്കരിക്കാം, അത് തെറ്റില്ല. പക്ഷെ സാധിക്കുന്ന ഒരു ഓഹരി നമ്മൾ വീട്ടിൽ നിസ്കരിക്കണം. തീരെ വീട്ടിൽ നിസ്കരിക്കാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാവുന്നതാണ്. അപ്പൊ അത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചു വരിക എന്നുള്ളതാണ് അഫ്ളലായിട്ടുള്ളത്. അത് സാധിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി അഫ്ളലു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഒരു വ്യക്തി നിസ്കരിക്കുന്ന ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം അത് വീട്ടിൽ വെച്ചാണ്. ഇല്ലൽ മക്തൂബ, ഫർള് നിസ്കാരം ഒഴികെ. ഫർള് നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചാൻ പറഞ്ഞു, അത് ശരിയാകുമെങ്കിലും കുറ്റക്കാരനാകും. പക്ഷെ സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും അഫ്ളൽ അതൊരാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇമാമുകളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഇമാമുമാർ അവർ ചെയ്യേണ്ടത്, അവർ വീട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചിട്ട് ഇഖാമത്തിന്റെ സമയത്തെത്തിയാൽ മതി. അതാണ് ഇമാമിന് സുന്നത്തായിട്ടുള്ളത്. ഇമാം നേരത്തെ തന്നെ വന്നിട്ട് സുന്നത്ത് നിസ്കരിച്ച് അവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇമാമ് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതിന്റെ സമയത്ത് എത്തിയാൽ മതി. എപ്പോഴാണ് ഇഖാമത്ത് കൊടുക്കാൻ പോകുന്നത് ആ സമയത്ത് എത്തിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ സുന്നത്ത് അതാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടുന്ന് സമയമാകുമ്പോഴാണ് എത്തുന്നത്. അല്ല, അവിടുന്ന് വരുന്ന സമയത്താണ് ഇഖാമത്ത് കൊടുക്കുകയും ജമാഅത്ത് ആരംഭിക്കുകയും ചെയ്യാറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തു നിൽക്കേണ്ടവരല്ല, അവർ കാത്തു നിൽക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയുള്ളവരാണ് ഇമാമുമാർ. ഇമാമുമാരെ നമ്മൾ കാത്തു നിൽക്കണം. അല്ലാതെ ഇമാമുമാർ വന്നിട്ട് ആരെങ്കിലും കാത്തു നിൽക്കേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അവർക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഒന്നാമത്തെ സഫ് ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോരുന്ന സമയത്ത് ഒന്നാമത്തെ സഫ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവ 2 സുന്നത്തുകൾ തമ്മിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളതൊരു സുന്നത്ത് അഫ്ളലാണ്, മസ്ജിദിൽ വന്ന് ഒന്നാമത്തെ സഫ് കിട്ടുക എന്നുള്ളത് വേറൊരു അഫ്ളലാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത് അതിലാദ്യം വരുന്ന സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നീ നിർവഹിക്കുക, ശേഷം നീ മസ്ജിദിൽ പോയി നോക്കുക. നിനക്ക് ഒന്നാമത്തെ സഫ് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതല്ല എങ്കിൽ നീ കിട്ടിയെടുത്ത് വെച്ച് നിസ്കരിക്കുക എന്നതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അഭിപ്രായം. എന്നാൽ അതല്ലാത്ത ചില അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. അവർ പറഞ്ഞത് ഒന്നാമത്തെ സഫ് കിട്ടണമെങ്കിൽ നേരത്തെ പോയാൽ തന്നെ കിട്ടുള്ളൂ, നിനക്ക് അതല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ സുന്നത്ത് നിസ്കാരം നിനക്ക് വീട്ടിലും 2 ഓപ്ഷൻ ഉണ്ട്, രണ്ടിലേതെങ്കിലും ഒന്ന് നിനക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഏറ്റവും ശരിയായത് എന്നുള്ളത് അറിയുകയില്ല. വല്ലാഹു അലം. ശരി, ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറഞ്ഞിട്ടുള്ളത്. സുന്നത്ത് നിസ്കാരം അത് എവിടെയാണ് അഫ്ളൽ എന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അടുത്ത ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് لم يكن النبي صلى الله عليه وسلم على شيء من النوافل أشد تعاهدا منه على ركعتي الفجر وفي لفظ لمسلم ركعتا الفجر خير من الدنيا وما فيها. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുകയാണ്, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നില്ല, അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ തആഹുദൻ മിൻഹു അലാ റക്അത്തൈൽ ഫജ്ർ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് അതിനേക്കാളും അവിടുന്ന് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പുലർത്തി പോന്നതായ മറ്റൊരു സുന്നത്തും ഉണ്ടായിരുന്നില്ല, അഥവാ ഇതൊരിക്കലും ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. വേറെ റിവായത്തിൽ വന്നത് റക്അത്ത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ദുനിയാവിലും അതിലുള്ള മുഴുവൻ കാര്യത്തെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്നാണ്. ഈ ഹദീസ് വായിക്കുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഫജ്റിന് മുമ്പ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്താണ് എന്നുള്ളത്? അത് ഹദീസിന്റെ ലഫ്ളിൽ നിന്നാണ്. കാരണം ഇവിടെ പറഞ്ഞത് ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷൈഇൻ മിനൻ നവാഫിലി എന്നാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് അശദ്ദ തആഹുദൻ മിൻഹു, അഥവാ അതിനേക്കാൾ ശക്തമായി പതിവാക്കിയിട്ടില്ല അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ല,
അല റക്കായത്തൽ ഫജർ. അപ്പൊ സുന്നത്ത് നിസ്കാരവും അതിനോടൊപ്പമാണ് റക്കായത്തൽ ഫജർ പറഞ്ഞത്. റക്കായത്തൽ ഫജർ ഫർളാണെങ്കിൽ ആ നവാഫിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബൽ ഫജറാണ്, ഫജറിന് മുമ്പുള്ള 2 റക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞത് ഫജറിന് മുമ്പുള്ള 2 റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിന് ഇത്ര ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫജറിന്റെ ശ്രേഷ്ഠത എന്തായിരിക്കും? നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ വിചാരിക്കും ഫജറിന് ഇത്ര ഉണ്ടാവില്ല, സുന്നത്ത് നിസ്കാരത്തിനാണ് ശ്രേഷ്ഠത എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം ഹദീസിൽ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യം ഇത്രയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫജറിന്റെ 2 റക്കായത്തിന് അതിനേക്കാളും വലുതായിരിക്കും. അപ്പൊ ആ ഒരു നിസ്സാരമെന്ന ആളുകൾ ധരിച്ചു പോകുന്ന സുന്നത്ത് നിസ്കാരത്തിന് ഖൈറും മിന ദുനിയ വമാ ഫീഹാ, ദുനിയാവിലും അതിലുള്ളതിനേക്കാളും ഖൈറുണ്ട് എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇബാദത്തുകളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാനാണ് പറഞ്ഞു തരുന്നത്. അതല്ലാതെ അതിനു മാത്രം അതിനേക്കാളും ശ്രേഷ്ഠതയാണ് ളുഹർ നിസ്കാരത്തിനും അസ്ർ നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും. കാരണം ഒക്കെ ഫർളുകളാണ്. സുന്നത്തിനേക്കാളും ശ്രേഷ്ഠത എന്തായാലും ഫർള് നിസ്കാരത്തിനുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇവിടെ ഖൈറും മിന ദുനിയ വമാ ഫീഹാ എന്ന് പറയുമ്പോൾ നീ കണ്ട ദുനിയാവ് മാത്രം നീ ചിന്തിക്കാൻ പാടില്ല. നീ നിന്റെ 30, 40, 50 വർഷത്തിൽ നീ കണ്ടൊരു ദുനിയാവ് ഉണ്ടാവും, നീ ജനിച്ചത് മുതൽ ഇതുവരെ ഉള്ളത്. അതല്ല, ഖൈറും മിന ദുനിയ വമാ ഫീഹാ എന്ന് പറഞ്ഞാൽ ദുനിയാവ് അള്ളാഹു പടച്ചത് മുതൽ ആ അവസാനം വരെ ദുനിയാവിൽ എന്തെല്ലാം നിധികളും സമ്പത്തുകളും എന്തെല്ലാം ആഡംബരങ്ങളും ആളുകൾ അതിശയത്തോടുകൂടി കാണുന്ന പല അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാളെല്ലാം ഖൈറും മിന ദുനിയ വമാ ഫീഹാ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ചിലപ്പോൾ നമ്മളൊക്കെ കണ്ട ദുനിയാവ് വളരെ കുറവായിരിക്കും. നമ്മൾ ദുനിയാവിന്റെ അതിന്റെ ഒരു 10% തൊട്ട് 1% ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. മനുഷ്യന്മാർ മുഴുവൻ തന്നെ ദുനിയാവ് കണ്ടിട്ടില്ല. ആ കണ്ട ആളുകളിൽ പലതും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കണ്ട ചെറിയ ദുനിയാവിനേക്കാൾ ഖൈർ എന്നുള്ളൊരു നിസാരമായി നമ്മൾ അതിനെ കാണേണ്ടതില്ല. മറിച്ച് ദുനിയാവ് പടച്ചത് മുതൽ അതിന്റെ അവസാനം വരെ എന്തെല്ലാം മനുഷ്യന്മാര് കണ്ടുപിടിച്ചിട്ടും അതല്ലാതെ അള്ളാഹു തന്നെ നമുക്ക് നേർക്കുനേരെ പടച്ചു കാണിച്ചു തന്നതുമൊക്കെയായ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനേക്കാളെല്ലാം ഖൈറാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്കായത്ത്. അത് അദ്ദേഹം പറയുന്നത് എത്രയാണ് ആ 2 റക്കായത്തിന്? 5 മിനിറ്റിനേക്കാൾ താഴെ, ഒന്നുകിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റ്. ഇത് മാത്രം, ഈ 2.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മാത്രം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്ന പ്രതിഫലമാണ് ഇത്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഒരുപാട് സമയം എടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കൊക്കെ എത്ര വലിയ പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്ന കാര്യം ചിന്തിക്കാനാണ് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഈ സഹോദരങ്ങളെ, ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫവായിദുകളാണ്. ഒന്ന്, ശിദ്ദത്തു തആഹുദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിന്നവാഫിൽ. നവാഫിൽ സുന്നത്ത് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കണിശതയോടുകൂടിയാണ് അവിടുന്ന് അത് പതിവാക്കാൻ ശ്രമിച്ചത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരം വരെ ഇത്ര കണിശതയോടുകൂടിയാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അതല്ലാത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചില വലിയകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവർ ഫർള് തന്നെ ഉപേക്ഷിക്കുകയാണ്. അല്ല, അള്ളാഹുവിന്റെ വലിയായ പിന്നെ ഫർള് തന്നെ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരം തന്നെ അത് പതിവാക്കി നിസ്കരിക്കുകയാണ്, അതിന് കണിശത കാണിക്കുകയാണ്. ഒരു യാത്രാക്ഷീണത്തിൽ പോലും ആ സുന്നത്ത് നിസ്കാരം അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് ഇദാനാമ അൻ വിത്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ അതിന് ഉറങ്ങിപ്പോയാൽ ഖലാഹു ഫിൻഹാർ, പതിവായി അവിടുന്ന് എന്ത് ചെയ്യും? രാവിലെ അത് നിസ്കരിക്കും. രാത്രി ഇപ്പോൾ വിത്ർ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാവിലെ അത് ഖലാക്കുമായിരുന്നു എന്നാണ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിങ്ങനെ ഖലാ നമ്മൾ വീട്ടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായാൽ പിന്നീട് നമ്മൾ ഉപേക്ഷിക്കുന്നത് കുറയും. അങ്ങനെ നമ്മളൊരു എപ്പോഴെങ്കിലൊക്കെ നഷ്ടപ്പെട്ടാൽ ഖലാ വീട്ടുന്ന സ്വഭാവം ഇല്ല എങ്കിൽ നമുക്ക് പതിവായി നമ്മളൊരു മടിയനായി തീരും. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് പതിവായി നിസ്കരിക്കുന്നു, നമുക്കൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അത് ഖലാ വീട്ടും. അങ്ങനെ ഖലാ വീട്ടുന്ന ഒരു സ്വഭാവം നമുക്കില്ല എങ്കിൽ പിന്നെ നമുക്കുണ്ടാവുന്നത് അങ്ങനെ ഒരു നിസ്കാരം നമ്മളത് ഉപേക്ഷിക്കുന്ന ആളുകളായി മാറും. എന്നാൽ ഖലാ വീട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയും, ഇത് ഞാൻ നിസ്കരിക്കാതെ നിന്നാൽ ഞാൻ എന്തായാലും ഇപ്പോൾ ഖലാ വീട്ടണം, അപ്പൊ ആദ്യം തന്നെ നിസ്കരിക്കുകയാണ് നല്ലത് എന്നുള്ള ബോധ്യം അവനുണ്ടാവുകയും അങ്ങനെ ഖലാ ആക്കാതെ അതാത് വക്തിൽ തന്നെ ആ സുന്നത്തുകളൊക്കെ അവന് നിർവഹിക്കാൻ സാധിക്കും. ഇനി ഫജ്ർ നിസ്കാരത്തിന് പ്രത്യേകമായിട്ടുള്ള ചില ഖസായിസ്, ചില പ്രത്യേകതകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ അത് ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ ളുഹറിന്റെയും മഗ്രിബിന്റെയും ഇശാഇന്റേതും അത് യാത്രയിൽ നിസ്കരിക്കുമായിരുന്നില്ല എന്നാണ്. രണ്ടാമത്തെ നാം നേരത്തെ പറഞ്ഞ ഈ 2 റക്അത്തുകളിൽ പ്രത്യേകമായ സൂറത്തുകൾ അത് സുന്നത്തായി വന്നിട്ടുണ്ട്. 3 ഇതിൽ സുന്നത്തായിട്ടുള്ളത് തഖ്ഫീഫാണ്, ചുരുക്കലാണ്, അത് വർദ്ധിപ്പിക്കലല്ല. ഇതേപോലെ ചുരുക്കേണ്ട വേറെ ഏതെങ്കിലും സന്ദർഭം ദീനിലുണ്ടോ? ദീനിൽ ഏതെങ്കിലുമൊക്കെ ചുരുക്കൽ സുന്നത്തായിട്ടുള്ള കാര്യമുണ്ടോ? ഉണ്ട്. തവാഫിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിലുള്ള 2 റക്അത്തും അതും ചുരുക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അവിടെയും ചുരുക്കുക എന്നുള്ളതാണ് സുന്നത്ത്. കാരണം പ്രത്യേകിച്ചും അവിടെ തിരക്കുള്ള ഒരു സന്ദർഭമാണ്.
കാരണം മഖാം ഇബ്രാഹിമിന്റെ നേരെ പിന്നിൽ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ സുന്നത്ത്. അതിനൊരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആൾക്ക് കാബയിൽ മക്കയിൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാമെന്നാണ്. അപ്പോൾ അവിടെ ചില ആളുകൾ ചെയ്യുന്ന തെറ്റാണത്. അവിടെ പോയിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ കൈ ഉയർത്തി അവിടെ ഇരുന്നിട്ടൊക്കെ ഒരുപാട് നേരം ദുആ ചെയ്യും, അല്ലെങ്കിൽ സുജൂദിലൊക്കെ കുറെ നേരം ദുആ ചെയ്യും ആ 2 റക്അത്ത് സുന്നത്തിൽ. അതല്ല അവിടെ സുന്നത്ത്. മറിച്ച് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് വേഗം ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി അവിടെ വിട്ടുകൊടുക്കുക എന്നതാണ് അവിടെ സുന്നത്ത്. അവിടെ കുല്ലിയാൽ കാഫിറൂനും കുല്ലു അല്ലാഹു അഹദ് ഓതിയാൽ മതി. അതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് മറ്റുള്ള ആളുകൾക്ക് മാറിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത്, അതിൽ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി. അതൊരാൾ നഷ്ടപ്പെട്ടാൽ എപ്പോഴാണ് അത് ഖളാ വീട്ടേണ്ടത്? അത് ഖളാ വീട്ടേണ്ടത് ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ നിസ്കാരത്തിന്റെ അദ്കാറുകൾ കഴിഞ്ഞ ഉടനെ ഖളാ വീട്ടാം. നിസ്കാരത്തിന്റെ അദ്കാറുകൾ കഴിഞ്ഞ ഉടനെ അയാൾക്ക് ഖളാ വീട്ടാം. ഇനി അതല്ല എങ്കിൽ സൂര്യൻ ഒരു ചാൺ ഉയർന്നു നമ്മൾ ഇഷ്റാഖിന്റെ സമയമായാൽ അപ്പോൾ വേണമെങ്കിലും ഖളാ വീട്ടാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അതേപോലെ ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നത് ഒരാളത് മറന്നുപോകുകയില്ല എന്ന് ഭയപ്പെടുകയാണ് എങ്കിൽ അപ്പോൾ നിസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. കാരണം മറ്റേത് വഖ്തുൻ നഹിയാണ്, വിരോധിക്കപ്പെട്ട സമയമാണ്. പക്ഷെ സബബുണ്ടെങ്കിൽ നിസ്കരിക്കാം, അതുകൊണ്ട് അനുവദിക്കപ്പെടുന്നു. പക്ഷെ അവിടെ പോലും നിസ്കരിക്കാതെ ഒരാൾ അവിടെ തന്നെ ദിക്ർ ചൊല്ലി, രാവിലത്തെ ദിക്റൊക്കെ ചൊല്ലി ഇഷ്റാഖിന്റെ സമയമായി അപ്പോൾ ആ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ അതാണ് അയാൾക്ക് അഫ്ളലായിട്ടുള്ളത്. ശേഷം അയാൾ പതിവായി നിസ്കരിക്കുന്ന ഇഷ്റാഖിന്റെ അഥവാ ളുഹയുടെ ആദ്യ വക്തിന്റെ 2 റക്അത്ത് ശേഷം അത് നിസ്കരിക്കാം. അതാണ് അയാൾക്ക് ഏറ്റവും നല്ലത്. ഇനി ഒരാൾ അതല്ല, അതിന് മുമ്പേ തന്നെ അയാൾ മസ്ജിദിൽ നിന്ന് പോകും, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ മസ്ജിദിൽ നിന്നൊക്കെ പോകുന്ന ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ദിക്റിന് ശേഷം ഉടൻ തന്നെ നിസ്കരിക്കുക എന്നതായിരിക്കും അയാൾക്ക് നല്ലത്. അതല്ലെങ്കിൽ അയാളത് ഉപേക്ഷിക്കാൻ, അയാളത് പിന്നീട് നിസ്കരിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതാണ് എപ്പോഴാണ് സുബഹിക്ക് ശേഷം അഥവാ മുമ്പുള്ള നിസ്കാരം നഷ്ടപ്പെട്ടാൽ നിസ്കരിക്കേണ്ടത് എന്നതിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് അതാണ്. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. അടുത്തത് ബാബുൽ അദാൻ, ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. ദീനുൽ ഇസ്ലാമിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നിസ്കാരം അത് ആളുകളെ അറിയിക്കുവാൻ വേണ്ടി ശർആക്കിയിട്ടുള്ള കാര്യമാണ് ബാങ്ക് എന്നുള്ളത്. അൽ അദാൻ എന്ന വാക്കിന്റെ അർത്ഥം അൽ ഇഅലാം എന്നാണ്, അറിയിക്കുക എന്നുള്ളതാണ്, വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഈ അർത്ഥത്തിൽ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബരി അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅദാനും മിനല്ലാഹി വറസൂലി, അല്ലാഹുവും അവന്റെ റസൂലും അതാ വിളംബരം ചെയ്തിരിക്കുന്നു. യൗമൽ ഹജ്ജിൽ അക്ബർ അഥവാ ഹജ്ജുൽ അക്ബർ, ഹജ്ജിന്റെ ദുൽഹിജ്ജ 10 ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. ആ ഹജ്ജുൽ അക്ബറിന്റെ ദിവസത്തിൽ അല്ലാഹും അവന്റെ റസൂലും ഇതാ വിളംബരം ചെയ്തിരിക്കുന്നു, അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും മുശ്രിക്കുകളിൽ നിന്നും പൂർണ്ണമായ ബന്ധവിച്ഛേദനം, ബറാഅത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അദാനും എന്ന് ഉദ്ദേശിച്ചത് അറിയിക്കുക, വിളംബരം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. അതാണ് അതിന്റെ ഭാഷാർത്ഥം. എന്നാൽ ശർഈൽ എന്താണ് അർത്ഥം? ശർഈലുള്ള അർത്ഥം അത്തഅബ്ബുദു ലില്ലാഹി ബിൽ ഇഅലാമി ബിദുഖൂലി വഖ്തി സ്വലാത്തി ഇൻദ ഇറാദത്തി ഫിഅലിഹാ ബിസിഫത്തിൻ മഖ്സൂസ. അത്തഅബ്ബുദു ലില്ലാഹ്, അല്ലാഹുവിനുള്ള ഒരു ഇബാദത്താണ്. ബി ഇഅലാമി ദുഖൂലി വഖ്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇബാദത്ത്. ഇൻദ ഇറാദത്തി ഫിഅലിഹാ, നിസ്കാരം നിർവഹിക്കാൻ സമയമായാൽ ബിസിഫത്തിൻ മഖ്സൂസ, ഒരു പ്രത്യേക സിഫത്തിൽ. ആ സിഫത്ത് നമുക്ക് അറിയാവുന്നതാണ്, മാറൂഫാണ്, അറിയപ്പെട്ട കാര്യമാണ്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ചേർത്തൊരു കാര്യമാണ് ഇൻദ ഇറാദത്തി ഫിഅലിഹ, നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് എന്നാണ്. അപ്പൊ ദുഖൂലുൽ വഖ്ത് ഉണ്ടായ ഉടനെ തന്നെ ഒരാൾ ബാങ്ക് കൊടുക്കണം എന്നില്ല. പ്രത്യേകിച്ച് ളുഹറിന്റെ സമയത്ത്, വളരെ കഠിനമായ ചൂടുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ അല്പം വൈകിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. വളരെ കഠിനമായ ചൂടാണ്, ആളുകൾക്ക് ആ ളുഹർ സമയമാകുന്ന സമയത്ത് തന്നെ മസ്ജിദിലേക്ക് വരാനൊക്കെ പ്രയാസമുണ്ട് എങ്കിൽ അല്പം വൈകിപ്പിക്കാവുന്നതാണ്. ളുഹറിന്റെ ജമാഅത്ത് 2 മണിക്കോ 2:30കോ ആക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ കുറച്ച് ചൂട് കുറയുമെങ്കിൽ. ഒരിക്കൽ ഒരു യാത്രയിൽ അങ്ങനെ ഉണ്ടായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബ്രിദ്, കുറച്ചൊന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞു, ചൂട് കുറച്ചൊന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അബ്രിദ്, തണുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നല്ല തണൽ വന്ന, വെയിൽ മാറിയ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദിൻ, ഈ ബാങ്ക് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ബാങ്ക് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇൻദ ഇറാദത്തി ഫിഅലിഹ എന്ന് പറഞ്ഞത്. അഥവാ ആ സമയമാകും തന്നെ ബാങ്ക് കൊടുത്തിട്ട് കുറെ നേരം കഴിഞ്ഞ് നിസ്കരിക്കണം എന്നില്ല, മറിച്ച് എപ്പോഴാണോ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ടു മുമ്പായിട്ട് ബാങ്ക് കൊടുത്താലും മതിയാകുന്നതാണ് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അങ്ങനെയാണ് പറഞ്ഞത്. ഇഖാമത്തിനെ കുറിച്ച് പറയുന്നത് ഹിയ ഇൻദ ഇഖാമത്തി സ്വലാ, നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ്, ഇഖാമത്തു സ്വലാ, നിസ്കാരം
അത് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇഖാമത്ത് കൊടുക്കുക. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊതുവെ നേരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഉള്ളത്. ഈ സഹോദരങ്ങളെ, ഈ ബാങ്ക് അത് ഹിജ്റ 2-ാം വർഷമാണ് ഷറഇൽ വന്നിട്ടുള്ളത്. ഹിജ്റ 2-ാം വർഷമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി 2-ാമത്തെ വർഷമാണ് ഇങ്ങനെ ബാങ്ക് ഷറആക്കിയിട്ടുള്ളത്. അത് 5 നേരത്തെ നിസ്കാരത്തിന് ബാങ്ക് വേണമെന്നുള്ളത്. അതിനു മുമ്പ് നിസ്കാരമുണ്ട്. പക്ഷെ ഇങ്ങനെ മസ്ജിദുകളിൽ നിന്നും ബാങ്ക് വിളിക്കുക എന്ന കാര്യം ഹിജ്റ 2-ാം വർഷമാണ് വന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അഥവാ ദീനുൽ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വന്നു തുടങ്ങി. ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ദൂരെയുള്ള ആളുകളൊക്കെ സമയമായാൽ അവർക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അപ്പൊ ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇങ്ങനെ മുഷാവറ കൂടി എങ്ങനെയാണ് ആളുകളെ അറിയിക്കുക എന്നുള്ളത്. ഏത് രൂപത്തിലാണ് ജനങ്ങൾ നിസ്കാരത്തിന്റെ സമയമായാൽ അറിയിക്കുക. ആളുകൾ എത്തേണ്ടതുണ്ട് മസ്ജിദിൽ കൃത്യമായ സമയം. ചിലപ്പോൾ എല്ലാ ആളുകൾക്കും ഈ സൂര്യന്റെ സമയം നോക്കി അറിഞ്ഞുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും നിസ്കാര സമയം കൃത്യമായി അറിയാനുള്ള മാർഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ അവർ ചർച്ചകൾ തുടങ്ങി. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ഒരു മണിനാദം വെക്കാം, ഏതെങ്കിലും രൂപത്തിൽ ആളുകൾ വിളിക്കാനുള്ള വലിയ ബെല്ലുകൾ വെക്കാം. വേറെ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ തീ കത്തിക്കാം. അങ്ങനെ തീ കത്തുന്ന സമയത്ത് അത് ആകാശത്തേക്ക് കാണുന്ന സമയത്ത് ആളുകൾ വന്നുകൊള്ളും. അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുകയുണ്ടായി. ഇങ്ങനെയുള്ളൊരു സമയത്താണ് അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉറക്കു വരികയും അദ്ദേഹം ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ട കാര്യമാണ് ബാങ്കിന്റെ വിഷയം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഉറക്കത്തിൽ ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തിയുടെ കയ്യിൽ ഒരു നാക്കൂസ് ഉണ്ട്. അഥവാ നമുക്ക് ഒച്ചത്തിൽ വിളിക്കാനുള്ള ഒരു മണിനാദമാണ്. അത് നസ്രാണികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇന്നും അവരങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു നാക്കൂസ് അവർ കാണുകയുണ്ടായി. അപ്പൊ അബ്ദുല്ലാഹിബ്നു സെയ്ദ് ആ വ്യക്തിയോട് ചോദിച്ചു, യാ അബ്ദുല്ലാഹ് അതബിഉൻ നാഖൂസ്, നീ ഇത് വിൽക്കുന്നുണ്ടോ? അത് അദ്ദേഹത്തിന് വാങ്ങുന്നതിന് വേണ്ടി ഈ സ്വപ്നം കണ്ട അബ്ദുല്ലാഹിബ്നു സെയ്ദ് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഇത് നീ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി ചിരിച്ചു ചോദിച്ചു, വമാ തസ്നഉ ബിഹി, നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നദ്ഉ ബിഹി ഇലസ്സലാ, ആളുകൾ നിസ്കാരത്തിൽ ക്ഷണിക്കാൻ നമുക്കിത് ഉപയോഗിക്കാമല്ലോ, ഈ മണി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ഉറക്കത്തിന് സ്വപ്നം കണ്ട ആ വ്യക്തി പറഞ്ഞു, അഫലാ അദുല്ലുക അലാ മാ ഹുവ ഖൈറും മിൻ ദാലിക്, ഇതിനേക്കാളും ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഫഖുൽതു ലഹു ബല, അബ്ദുല്ലാഹിബ്നു സെയ്ദ് പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്ത കാര്യമാണ് തഖൂൽ, നീ പറയുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ശേഷം പിന്നീട് അദ്ദേഹം സ്വപ്നം കണ്ടു, ഇദാ അഖംത സ്വലാഹ്, നിസ്കാരം നിർവഹിക്കാനായാൽ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തുസ് സ്വലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യവും അദ്ദേഹം സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഫലമ്മാ അസ്ബഹ്തു, നേരം പുലർന്നപ്പോൾ, അറ്റൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതുഹു ബിമാ റഅയ്തു, ഞാൻ കണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ എത്തി. എന്നിട്ട് അറിയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലറുയ ഹഖ്ഖുൻ ഇൻഷാഅല്ലാഹ്, ഇൻഷാഅല്ലാഹ് ഇതൊരു സത്യമായ യാഥാർത്ഥ്യമുള്ള ഒരു സ്വപ്നമാണ്, വെറുതെ നിനക്ക് തോന്നിയതല്ല, ഒരു യാഥാർത്ഥ്യമുള്ള സത്യമാണ്, അത് ഹഖാണ്. ഫഖും മഅ ബിലാലിൻ ഫഅൽഖി അലൈഹി മാ റഅയ്ത, നീ ബിലാലിന്റെ അടുക്കൽ പോയിട്ട് നീ കേട്ട കാര്യം പറഞ്ഞു കൊടുക്കുക. ഫലുഅദ്ദിൻ ബിഹി, ആ വാക്കുകൾ കൊണ്ട് ബിലാൽ ബാങ്ക് കൊടുക്കട്ടെ. ഫഇന്നഹു അൻദാ സൗതൻ മിൻക, നിന്നേക്കാൾ ഒച്ചയുള്ള ശബ്ദമുള്ളയാളാണ് ബിലാൽ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബ്നു സെയ്ദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ബാങ്ക് കേട്ട സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബാങ്ക് കേട്ട സമയത്ത് അദ്ദേഹം വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ അരയുടുപ്പ് അതിങ്ങനെ നിലത്ത് വലിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം അദ്ദേഹം അത്ഭുതത്തോടുകൂടി ബാങ്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ വരികയുണ്ടായി. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസ ബിൽ ഹഖ് യാ റസൂലല്ലാഹ്, താങ്കൾ നിയോഗിച്ചവനായ അല്ലാഹു തന്നെ സത്യം, അല്ലാഹുവിന്റെ റസൂലേ, ലഖദ് റഅയ്തു മിസ്ല മാ റഅ, ഇപ്പോ കണ്ട പോലെയുള്ള കാര്യം, ഇപ്പോ ഈ കണ്ട ബാങ്ക് അത് ഞാനും കണ്ടിട്ടുണ്ട്, അഥവാ അദ്ദേഹവും സ്വപ്നം കണ്ടിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഈ സഹാബത്ത് സ്വപ്നം കാണുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ആ സ്വപ്നം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയാണ് ബാങ്കിന്റെ വിഷയത്തിൽ ശറഅ ഉണ്ടായത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ദീനിൽ ഒരു നിയമം വന്നത് അത് സ്വപ്നം കണ്ടത് കൊണ്ടല്ല. മറിച്ച് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ദീനിൽ എന്തെങ്കിലും ഒരു ഇബാദത്ത് തുടങ്ങുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഇബാദത്ത് ഉപേക്ഷിക്കുവാനോ അയാൾക്ക് പാടില്ല. മറിച്ച് ഇത് ശർആയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹാ ലറുയ ഹഖ്ഖുൻ ഇൻഷാഅല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്
അത് ഷർആയത്. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും, അങ്ങനെ സ്വപ്നം കണ്ടിട്ടല്ലേ ബാങ്ക് തുടങ്ങിയതെന്ന് പറയും. സ്വപ്നം കണ്ടത് കൊണ്ടല്ല ബാങ്ക് തുടങ്ങിയത്. ബാങ്ക് തുടങ്ങിയത് ഈ ബാങ്കിന്റെ കാര്യം സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അതാണ് ഹദീസ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അംഗീകാരം ഉണ്ടാകുമ്പോഴാണ് അത് ഹദീസാകുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് വഹി കിട്ടി ഇത് യഥാർത്ഥത്തിൽ ഹക്കാണെന്നുള്ളത്. അങ്ങനെ അവിടുന്ന് പറയുകയാണ് ഉണ്ടായത് ഇത് ഹക്കായ സ്വപ്നമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ അത് നമുക്ക് കേവലം തോന്നിയതുപോലെ ദീനിൽ എന്തെങ്കിലുമൊക്കെ അമലുകൾ കൊണ്ടുവരാൻ പറ്റുകയില്ല. എന്നാൽ ദീനിലുള്ള അമലുകളല്ലാത്ത മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം സ്വപ്നം കണ്ടാൽ അത് വെച്ച് അമൽ ചെയ്യാൻ പറ്റുമോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അത് വെച്ച് അമൽ ചെയ്യാം, പക്ഷേ അതിന് ചില ഷർത്തുകളുണ്ട്. ഒന്ന്, അല്ലാ തുആരിളൻ നഫ്സ് ഫലാ തുഖാലിഫുൽ മഅലൂമ ബിശ്ശറ. ഷറഇനെതിരാകുന്ന ഒരു കാര്യവും പാടില്ല. ഒരാൾ സ്വപ്നം കാണുകയാണ്, നാളെ മുതൽ നീ എന്നെ നിസ്കരിക്കണ്ട, നീ വലിയ പദവിയിലെത്തിയിട്ടുണ്ട്, അത് ഉറപ്പാണ്, അത് പിശാചാണ് കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ഇൽഹാം ഒരാൾക്കും നൽകുകയില്ല. മറിച്ച് അവൻ നേർക്ക് നേരെ നമ്മോട് ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യണമെന്നുള്ള അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയുകയില്ല. അപ്പൊ ഷറഇനെതിരായിട്ടുള്ള ഒരു കാര്യവും, ഷറഇനെതിരായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ തോന്നുകയാണ്, നീ നാട് വിട്ടുപോകണം, കുടുംബത്തെയും മാതാപിതാക്കളെ എല്ലാവരും ഉപേക്ഷിക്കണം, ഷറഇനെതിരായിട്ടുള്ള കാര്യമാണ്. കുടുംബത്തെ ഉപേക്ഷിച്ച് എവിടെയെങ്കിലൊക്കെ നാട് വിട്ടു പോകുക എന്നൊക്കെ ഉള്ളത് അത് ഷറഇനെതിരായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഷറഇനെതിരായിട്ടുള്ള കാര്യം ആകാൻ പാടില്ല, അത് ഉറപ്പായിട്ട് ചെയ്യാൻ പാടില്ല, അത് ഹക്കല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. രണ്ടാമത്തത് അയ്യക്കൂന റാഇ ലഹ സദൂഖൻ. ഈ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന വ്യക്തി അയാളൊരു വിശ്വസ്തനായിരിക്കണം. അല്ലെ, ചില സൂഫികളൊക്കെ അവർ പലതും പറയും, ഞാൻ ഇന്നത് കണ്ടിട്ടുണ്ട്, റബ്ബിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അവർ പറയും. അവരൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം അവർ കള്ളന്മാരാണ്. അവർ അവരുടെ ദീനിന് തന്നെ കള്ളത്തരം ചെയ്യുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ സ്വപ്നം നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ഇനി ഒരു വ്യക്തി അവൻ പറയുകയാണ്, ഞാൻ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? അത് പണ്ഡിതന്മാർ പറയുന്നത്, അവനോട് ആദ്യം അള്ളാഹുവിന്റെ റസൂൽ എന്താണ് നീ കണ്ടത്, ആ വിശേഷണങ്ങൾ പറയണം. എന്തായിരുന്നു, എത്രയായിരുന്നു, നീളം എത്രയുണ്ടായിരുന്നു, വീതി എത്രയുണ്ടായിരുന്നു, എന്തായിരുന്നു നിറം, മുടി എത്രയുണ്ടായിരുന്നു, രൂപം എങ്ങനെയായിരുന്നു, അങ്ങനെ കൃത്യമായി പറഞ്ഞ് അതെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ സിഫത്തിനോട് യോജിച്ചിട്ടാണ് അവൻ പറയുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ തന്നെയായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ കണ്ടിരിക്കുന്നു. കാരണം പിശാചിന് എന്റെ രൂപം സിദ്ധിക്കാൻ സാധിക്കും, എന്റെ രൂപം ആ രൂപത്തിൽ വരാൻ പിശാചിന് സാധിക്കുകയില്ല എന്നാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് അള്ളാഹുവിന്റെ റസൂലാണ് എന്നൊരാൾക്ക് സ്വപ്നത്തിൽ തോന്നിയതുകൊണ്ടായില്ല. കാരണം പിശാച് ആ രൂപത്തിൽ വരും. മറിച്ച് ആ രൂപം അതുപോലെ ആയിരിക്കണം. അതിനെതിരായിട്ടുള്ളൊരു കാര്യം കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂലാണെന്നൊക്കെ അവന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ സ്വപ്നത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്നീ വ്യക്തി പറഞ്ഞാലും അത് കാര്യമല്ല. മറിച്ച് അത് അതേ രൂപത്തിൽ തന്നെയായിരിക്കണം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ ചില ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും നേലുകളൊക്കെ കാണും. അപ്പൊ വ്യക്തമായിട്ട് തെളിച്ചൊന്നും ഉണ്ടാവില്ല, ഒരു നേലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. ആ നേല് ചിലപ്പോൾ അവനോട് പറയും അന്ന റസൂൽ, ഞാൻ റസൂലാണ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സന്ദർഭത്തിലും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് റസൂലാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അവൻ വ്യക്തമായി കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആനി എന്നാണ് പറഞ്ഞത്. ഒരു കേവലം ഒരു നേല് കണ്ടുകൊണ്ടൊന്നും കാര്യമില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു കാര്യം പറയുന്നുണ്ട്. അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു വലിയൊരു പ്രകാശം അദ്ദേഹത്തിന്റെ മുമ്പിൽ വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു അന റബ്ബുക്ക്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. വലിയൊരു പ്രകാശം അബ്ദുൽ ഖാദർ ജീലാനിന്റെ മുമ്പിൽ വന്ന് ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു ആണ് ആകാശഭൂമികളെയും ഭൂമികളുടെ എല്ലാം പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അല്പം ഒരു തോന്നലുണ്ടായി, ഇത് റബ്ബാണോ ഇല്ലേ എന്ന് തോന്നലുണ്ടായി. എന്നിട്ട് ആ സമയത്താണ് ഈ പ്രകാശം ഇദ്ദേഹത്തോട് പറയുന്നത് അസ്ഖത്തു അൻക കദാ വ കദാ മിനൽ വാജിബ, അതായത് ഇന്ന വാജിബുകളൊന്നും നീ ചെയ്യേണ്ടതില്ല, നിസ്കാരം നോമ്പൊന്നും നീ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ പ്രകാശം വന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ തന്നെ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു കദബ്ത, നീ പറഞ്ഞത് കളവാണ്. ഫഇന്നക അദുവുല്ലാഹ്, നീ അല്ലാഹുവിന്റെ ശത്രുവാണ്. ഫലമ്മ ഖാല ഹാദാ തബദ്ദദ അന്നൂർ, അദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ആ വെളിച്ചം അവിടുന്ന് അപ്രത്യക്ഷമായി. ഇത് സംഭവിക്കാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് പറയുന്നതാണ്. ഇതൊരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പിശാചുകൾ വന്നിട്ടായിരിക്കാം. നമ്മുടെ നാട്ടിൽ ചില ഔലിയാക്കളൊക്കെ ഞാൻ ഇന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്കൊരു യഖീന് പോലെയാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഷറഇനെതിരായ രൂപത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് നേരിട്ടാവട്ടെ
ഇനി അതല്ല സ്വപ്നത്തിലാവട്ടെ കാണാൻ, നീ നിസ്കരിക്കേണ്ടതില്ല, ഇനി മുതൽ നീ നിസ്കരിക്കേണ്ടതില്ല, ഞാൻ റബ്ബാണ്, ഞാൻ നിന്നോട് നേരിട്ട് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പിശാചുക്കൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിശാചുകൾ വന്നിട്ട് ആളുകളെ പിഴപ്പിക്കും. അപ്പൊ ഇവൻ തോന്നുകയാണ് ഞാൻ വലിയ പദവിയിലെത്തി എന്ന് തോന്നുകയാണ്. പിശാചിന്റെ ഉദ്ദേശം ഇവനിലൂടെ ധാരാളം ആളുകളെ പിഴപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൂഫികളായ ആളുകൾ അവർക്ക് ഈ രൂപത്തിലുള്ള പല ഇൽഹാം എന്ന് പറഞ്ഞിട്ട് അവര് ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പാടില്ല. കാരണം സ്വപ്നങ്ങളൊന്ന് ശറഇനെതിരാകാൻ പാടില്ല, രണ്ട് ആ പറയുന്ന വ്യക്തി സത്യസന്ധനായിരിക്കണം എന്ന കാര്യമുണ്ട്. പ്പെട്ടതാണ് അയ്യക്കൂന ബിസൗത്തിൻ യുസ്മിഉ മൻ യുനാദാ ലഹു. ബാങ്ക് കൊടുക്കുന്ന വ്യക്തി അത് പുറത്തേക്ക് ശബ്ദം കേൾക്കേണ്ടതുണ്ട്. ഒരാൾക്ക് തീരെ ശബ്ദമില്ലാത്തൊരു വ്യക്തിയെ കൊണ്ട് അഥവാ ശബ്ദമില്ലാത്ത ഒരാളെ കൊണ്ട് അയാളെ കൊണ്ട് ബാങ്ക് കൊടുപ്പിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. കാരണം ബാങ്ക് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ആളുകൾ കേൾക്കാനാണ്. അപ്പോൾ ഒരാൾ ബാങ്ക് കൊടുത്താൽ അത് തീരെ പുറത്ത് കേൾക്കുകയില്ല എങ്കിൽ അത്തരക്കാരായ ആളുകളല്ല ബാങ്ക് കൊടുക്കേണ്ടത്, മറിച്ച് ശബ്ദമുള്ള ആളുകളാണ് ബാങ്ക് കൊടുക്കേണ്ടത്. ഇനി ഒരു ചെറിയൊരു ജമാഅത്തായിട്ട് കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ, അത് വേറെ ആരും അവിടെ കേൾക്കാനില്ല, ഒരാൾ യാത്രയിലോ മറ്റോ ആണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകൾ കേൾക്കുക എന്നുള്ളത് മതിയായതാണ്. എന്നാൽ അതല്ല, അയാൾ വളരെ ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് അയാൾക്ക് ഖൈറുണ്ട്. കാരണം ഖിയാമത്ത് നാളിൽ എന്തെല്ലാം വസ്തുക്കൾ ഈ ബാങ്കിന് സാക്ഷിയായിട്ടുണ്ടോ അവരെല്ലാം അവർക്ക് ഇദ്ദേഹം ഈ ബാങ്ക് വിളിച്ചതിന് സാക്ഷിയായിട്ട് വരുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് ഏറ്റവും അതിന്റെ വാജിബ് എന്ന് പറയുന്നത് ഉള്ള ആളുകൾ കേൾക്കുക എന്നുള്ളതാണ്. ഒരു 3 ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് അവർ കേൾക്കുക എന്നത് മതി. പക്ഷെ ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ നാളെ അയാൾക്ക് അതുകൊണ്ട് വലിയ ഖൈറുണ്ട് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ നിബന്ധന അയ്യക്കൂന ബഅദ ദുഖൂലിൽ വഖ്ത് ആയതിനു ശേഷം ബാങ്ക് കൊടുത്താലേ സഹിയാവുകയുള്ളൂ. ഇപ്പൊ ളുഹറിന്റെ ബാങ്ക് ഒരാൾ 12:05 തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്ക് സഹിയാവുകയില്ല, മാറ്റി വീണ്ടും ബാങ്ക് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരാൾ ബാങ്ക് കൊടുത്തു, ശേഷമാണ് ക്ലോക്കിൽ സമയം തെറ്റിയിട്ടുണ്ട്, സമയമായിട്ടില്ല എന്നറിഞ്ഞു, 5 മിനിറ്റും കൂടി കഴിയുമ്പോഴാണ് സമയമാകുന്നത് എന്ന് മനസ്സിലായാൽ ആ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് ആവർത്തിക്കേണ്ടതുണ്ട്. കാരണം അയാൾ ബാങ്ക് നേരത്തെ കൊടുത്തത് സമയമാകുന്നതിന് മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹളറത്തിസ് സലാ, നിസ്കാരത്തിന്റെ സമയമായാൽ ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കുക. അപ്പൊ സമയമാകണം എന്ന് അവിടെ നിബന്ധന വെച്ചിട്ടാണ് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് സമയമായാൽ മാത്രമേ ബാങ്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാമതായി പറയുന്നത് അയ്യക്കൂന താമ്മൽ ജുമൽ, പൂർണ്ണമായ വാക്കുകൾ കൊണ്ട് തന്നെ പറയണം. അതോ ബാങ്കിന് 15 ജുംലകളാണുള്ളത്, ബാങ്കിന് 15 ജുംലകളാണുള്ളത്, അതിലൊന്നും കുറഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ ഇഖാമത്തിന് 11 ജുംലകളാണുള്ളത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമ്മൾ കൂട്ടി നോക്കിയാൽ മതി, അത് കുറഞ്ഞു പോകാൻ പാടില്ല. അതിലേതെങ്കിലും ഒക്കെ ലഫ്ള് പറയാതെ പോയാൽ ബാങ്ക് ആവർത്തിക്കേണ്ടി വരും. ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഹയ്യ അലസ് സ്വലാ എന്ന് പറഞ്ഞില്ല, അത് വിട്ടുപോയി എങ്കിൽ ബാങ്ക് ആവർത്തിക്കേണ്ടത് വരും, ബാങ്ക് ശരിയാവുകയില്ല. ഇനി അതുപോലെ അയ്യക്കൂന മിൻ വാഹിദ്, ഒരാൾ തന്നെ പൂർണ്ണമായി ബാങ്ക് കൊടുക്കണം. ഒരാൾ പകുതി ബാങ്ക് കൊടുത്ത് ഉടൻ തന്നെ അയാൾക്ക് ശബ്ദം പോയാൽ വേറൊരാൾ ഏറ്റെടുത്ത് ആ ബാങ്ക് പൂർത്തിയാക്കിയാൽ പോരാ, മറിച്ച് അയാൾ ആദ്യം മുതൽ ബാങ്ക് കൊടുക്കണം. കാരണം ഒരാൾ തന്നെ അതിന്റെ ലഫ്ള് മുഴുവനും ബാങ്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ ജമാഅത്ത് നിസ്കാരത്തിൽ നമുക്കറിയാം, ജമാഅത്ത് ഇമാം നിൽക്കുന്ന സമയത്ത് ഇമാമിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, ശബ്ദമില്ല, ഓതാൻ പറ്റുന്നില്ല, ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നാൽ ഇമാം പുറകിലേക്ക് ഇറങ്ങി വന്നാൽ മഅ്മൂമിന് ബാക്കി പൂർത്തിയാക്കാവുന്നതാണ്, അല്ലാതെ തുടക്കം മുതൽ മാറ്റി നിസ്കരിക്കേണ്ടതില്ല. എന്നാൽ ബാങ്ക് അങ്ങനെയല്ല, ഒരാൾ പകുതി വെച്ച് നിർത്തിയാൽ വേറൊരാൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യം മുതൽ തന്നെ ബാങ്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ 5ാമത്തെ ഷർത്തായി പറഞ്ഞത് അത് പുരുഷനായിരിക്കണമെന്നാണ്. സ്ത്രീ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്ക് സഹിയാവുകയില്ല. ഒരു മസ്ജിദിൽ സ്ത്രീ ഞാൻ ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുത്താലോ അത് ശരിയാവുകയില്ല. 6ാമത്തത് അയാൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖേനയോ സമയം, ബാങ്കിന്റെ സമയമായി എന്ന് അറിയാൻ പറ്റണം. അല്ലെങ്കിൽ അയാൾ മിക്കവാറും സമയം തെറ്റിയിട്ടായിരിക്കും. സ്വന്തമായി നോക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അറിയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അത് ഏതെങ്കിലും മാർഗത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സമയമാകുമ്പോൾ അറിയുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അവസാനത്തതായി അദ്ദേഹം പറഞ്ഞത് ഈ തർത്തീബിൽ തന്നെ ബാങ്ക് കൊടുക്കണം. അപ്പൊ ആദ്യം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായി എന്നുള്ളത് കൊണ്ടായില്ല, മറിച്ച് ആ തർത്തീബിൽ തന്നെ ബാങ്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ബാങ്കിന്റെ ഷർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പിന്നീട് സുബഹിന്റെ ബാങ്കിന് നമുക്കറിയാം, അതിന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള കാര്യം പ്രത്യേകമായി ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്
ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ളത് സുബഹിക്ക് 2 ബാങ്കുണ്ട്. നമുക്കറിയാം 2 ബാങ്കുണ്ട്. ഒന്ന് സുബഹിക്ക് മുമ്പേ തന്നെ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഖിയാമുൽ ലൈലിന് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. അതുപോലെ നോമ്പെടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന്റെ സമയമായി എന്നൊക്കെ അറിയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലിയുർജിഅ ഖായിമക്കും വയൂഖിദ നായിമക്കും, നേരത്തെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിസ്കാരം നിർത്തിയിട്ട് ഉറങ്ങുകയോ അതല്ലെങ്കിൽ അവർക്ക് അത്താഴം കഴിക്കാനുള്ള സമയമായി എന്നൊക്കെ അറിയിക്കാനാണ് വയൂഖിദ നായിമക്കും, ഉറങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉണരുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ബാങ്കുണ്ട്. അത് സുബഹിന്റെ ഇപ്പോൾ നമുക്ക് ഇന്നും അറിയുന്നു ഹറമുകളിലൊക്കെ 1 മണിക്കൂർ മുമ്പ് സുബഹിക്ക് മുമ്പ് ഒരു ബാങ്കുണ്ട്. അപ്പൊ ആ ഒരു ബാങ്ക് അത് അനുവദിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തൊട്ട് മുതലേ ഉള്ള ഒരു ബാങ്കാണ്. അപ്പൊ ആ ബാങ്കിലാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. അതിനുശേഷമുള്ള ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയേണ്ടതില്ല എന്ന് ചിലർ പറയുന്നു. അത് ശരിയല്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ആ പറയുന്ന ആളുകൾ പറയുന്നത് ഈ ഹദീസാണ്, ഇദാ അസ്സൻത അൽ അസാൻ അൽ അവ്വൽ ലി സ്വലാത്തി സുബ്ഹ്, സുബ്ഹിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ബാങ്ക് കൊടുത്താൽ ഫഖുലി സ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് നേരത്തെയുള്ള ബാങ്കിലാണ്. നമ്മളിപ്പോ കൊടുക്കുന്ന വക്തായാലുള്ള ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം വേണ്ടതില്ല എന്ന് ചിലർ പറയുന്നു. അദ്ദേഹം പറയുന്നു അത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. മറിച്ച് ഇവിടെ അൽ അസാൻ അൽ അവ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് രണ്ടാമത്തെ അസാൻ ഇഖാമത്താണ്. കാരണം ഇഖാമത്തിനെയും അസാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബൈന കുല്ലി അസാനൈൻ സലാ, എല്ലാ 2 ബാങ്കിന്റെ ഇടയിലും സല നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അൽ അസാനും 2 അൽ ഇഖാമയുമാണ്. അപ്പൊ ഇഖാമത്തിനെയും ബാങ്ക് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് അൽ അസാനുൽ അവ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം അത് പ്രത്യേകമായി പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ പറഞ്ഞു അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് നിസ്കാരമാണ് ഉറക്കത്തെക്കാളും ഖൈർ എന്ന് പറഞ്ഞപ്പോൾ അത് സമയമായിട്ടുള്ള ബാങ്കിലാണ് എങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിനുശേഷം സുബഹി നിസ്കാരമാണ്, അത് വാജിബായ നിസ്കാരമാണ്. അപ്പോൾ ഉറക്കത്തെക്കാളും ഖൈറാണ് നിസ്കാരം എന്നുള്ള പ്രയോഗം അവിടെ ശരിയാവുകയില്ല എന്നാണ്. ആ ബാങ്കിലല്ല, അതിനു മുമ്പേ ഉള്ള ബാങ്കിലാണ് വേണ്ടത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നവർ വാദിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് അത് ശരിയല്ല. ഖൈർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കൂടുതൽ നല്ലത്, മറ്റേത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിലല്ല. ഖുർആനിൽ എത്രയോ സ്ഥലത്ത് ഖൈർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സഫിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതായ ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ആ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളായി പറഞ്ഞു തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സ്വശരീരവും അതുപോലെ സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു ദാലിക്കും ഖൈറുൽ ലക്കും, ഇതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല. കാരണം അതിന് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ദീനിന്റെ അസ്ലിൽപ്പെട്ട വാജിബിൽപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഖൈർ എന്ന് പറയുന്നത് കൊണ്ട് അത് എന്തായാലും സുബഹിന്റെ സമയമായാലുള്ള ബാങ്കിൽ പെടുകയില്ല, ആദ്യത്തിലേ പെടുകയുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സമയമായാലുള്ള ബാങ്കിൽ തന്നെയാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ളത് വേണ്ടത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ രൂപത്തിൽ വന്നിട്ടുള്ള ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.